ഉത്തർപ്രദേശിലെ ധൻപൂർ എന്ന ശാന്തമായ ഗ്രാമം നഗരത്തിന്റെ കോലാഹലങ്ങളിൽ നിന്നെല്ലാം അകന്ന് പച്ചപ്പു നിറഞ്ഞ പാടങ്ങളും വലിയ മാവുകളും നിറഞ്ഞ ഒരു സാധാരണ ഉത്തരേന്ത്യൻ ഗ്രാമമായിരുന്നു അത്. ആ ഗ്രാമത്തിന്റെ കൃത്യമധ്യത്തിലായി ചുവരുകളുടെ നിറമെല്ലാം മങ്ങി വിള്ളലുകൾ വീണ ഒരു പഴയ വീടുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ നേരം പുലരുന്നതിനു മുമ്പ് തന്നെ 70 വയസ്സുള്ള സാവിത്രി ദേവി എന്ന വൃദ്ധ ഒരു സാരി ധരിച്ച് ആ തുളസിത്തറക്ക് മുന്നിൽ ഭക്തിയോടെ നിൽക്കാറുണ്ട്. ഒരു ചെറിയ കിണ്ടിയിൽ നിന്ന് തുളസി ചെടിയിലേക്ക് വെള്ളമൊഴിച്ച് ഭഗവാന് മുന്നിൽ കൈകൂപ്പി അവർ പ്രാർത്ഥിക്കുന്നത് സ്വന്തം ദീർഘായുസ്സിനോ ആരോഗ്യത്തിനോ വേണ്ടിയായിരുന്നില്ല, മറിച്ച് തന്റെ 4 ആൺമക്കളുടെ ഉന്നതിക്കും സന്തോഷത്തിനും വേണ്ടി മാത്രമായിരുന്നു. ഗ്രാമവാസികൾക്ക് സാവിത്രി ദേവി വെറുമൊരു വൃദ്ധയായിരുന്നില്ല, മറിച്ച് ത്യാഗത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് റാം സ്വരൂപ് ആകാലത്തിൽ മരണപ്പെടുമ്പോൾ സാവിത്രി ദേവിക്ക് മുന്നിൽ ആകെ ശേഷിച്ചത് 4 ചെറിയ ആൺകുട്ടികളും കടുത്ത ദാരിദ്ര്യവും വലിയൊരു ശൂന്യതയും മാത്രമാണുണ്ടായിരുന്നത്. ഭർത്താവിന്റെ വേർപാടിൽ തളർന്നിരിക്കാൻ ആ അമ്മക്ക് സമയമില്ലായിരുന്നു. കാരണം ആ 4 കുരുന്നുകളുടെ വിശപ്പടക്കേണ്ട വലിയ ഉത്തരവാദിത്തം അവരുടെ ചുമലിലായിരുന്നു. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് 4 ആൺകുട്ടികളെ വളർത്തുക എന്നത് അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ സാവിത്രി ദേവി ജീവിതത്തോട് തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. മക്കളുടെ പഠനത്തിനും ഭക്ഷണത്തിനുമായി അവർ രാപ്പകൽ ഭേദമില്ലാതെ കഠിനമായി അധ്വാനിച്ചു. പകൽ സമയങ്ങളിൽ മറ്റുള്ളവരുടെ പാടങ്ങളിൽ കഠിനമായ വെയിലിൽ അവർ കൂലിപ്പണിക്ക് പോയി. വേനൽക്കാലത്തെ കടുത്ത ചൂടിലും വർഷക്കാലത്തെ കനത്ത മഴയിലും അവർ പാടങ്ങളിൽ പണിയെടുത്തു. വൈകുന്നേരങ്ങളിൽ അയൽപ്പക്കത്തെ ധനികരുടെ വീടുകളിൽ പോയി പണി ചെയ്തു. രാത്രിയായാൽ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് ഉറക്കം കളഞ്ഞ് മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മറ്റുള്ളവരുടെ തുണികൾ തുന്നിക്കൊടുത്തു. തന്റെ ശരീരത്തിന്റെ അസഹ്യമായ വേദനയോ മനസ്സിന്റെ സങ്കടങ്ങളോ അവർ ഒരിക്കലും മക്കളുടെ മുന്നിലോ ഗ്രാമവാസികളുടെ മുന്നിലോ കാണിച്ചില്ല. താൻ പട്ടിണി കിടന്നാലും മക്കൾക്ക് ഒരു നേരം പോലും ഭക്ഷണം മുടങ്ങരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. പല രാത്രികളിലും മക്കൾക്ക് വയറു നിറയെ ഭക്ഷണം നൽകിയ ശേഷം ബാക്കിയൊന്നുമില്ലാതെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചുറങ്ങിയ ദിവസങ്ങൾ ആ അമ്മക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു. മക്കളുടെ സ്കൂൾ ഫീസ് അടക്കാനും പുസ്തകങ്ങൾ വാങ്ങാനും പണമില്ലാതെ വന്നപ്പോൾ തന്റെ വിവാഹ സമയത്ത് മാതാപിതാക്കൾ നൽകിയ ആകെയുള്ള സമ്പാദ്യമായ സ്വർണ്ണാഭരണങ്ങൾ പോലും അവർക്ക് ഓരോന്നായി വിൽക്കേണ്ടി വന്നു. ഓരോ ആഭരണവും പണിയ പീടികയിൽ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയം നൊന്തിരുന്നുവെങ്കിലും മക്കളുടെ ഭാവി മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. ഗ്രാമത്തിലെ ആളുകൾ എപ്പോഴും പറയും, ത്യാഗത്തിന് മറ്റൊരു പേരുണ്ടെങ്കിൽ അത് സാവിത്രി ദേവി എന്നാണ്. ആ അമ്മയുടെ കണ്ണീരും അധ്വാനവും പ്രാർത്ഥനയും വെറുതെ ആയില്ല. അവരുടെ 4 മക്കളും നന്നായി പഠിച്ച് വലിയ നിലയിലെത്തി. 4 പേരും സമൂഹത്തിൽ വലിയ പദവികളുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പ്രശസ്തരുമായി മാറി. മൂത്ത മകൻ വിനയ് കഠിന ശ്രമത്തിലൂടെ IAS പരീക്ഷ വിജയിച്ച് ലക്നൌവിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി ചാർജ് എടുത്തു. രണ്ടാമത്തെ മകൻ അമിത് IPS ഓഫീസറായി ഭോപ്പാലിൽ ഉയർന്ന പോലീസ് പദവിയിലെത്തി. മൂന്നാമത്തെ മകൻ ശേഖർ ഡൽഹിയിലെ വലിയൊരു മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി അവിടുത്തെ പ്രശസ്തനായ ഒരു ഡോക്ടറായി മാറി. ഏറ്റവും ഇളയ മകൻ നിഖിൽ ഹൈക്കോടതിയിലെ പേരെടുത്ത ഒരു വക്കീലായി മാറി. ഗ്രാമത്തിൽ ആരുടെയെങ്കിലും മുന്നിൽ ഈ 4 മക്കളുടെ പേര് പറഞ്ഞാൽ ഗ്രാമവാസികൾ അഭിമാനത്തോടെ പറയും, ആ അമ്മ നൽകിയ നല്ല വിദ്യാഭ്യാസവും സംസ്കാരവുമാണ് ആ മക്കളെ ഈ നിലയിലെത്തിച്ചത്. സാവിത്രി ദേവിയെ പോലെ ഭാഗ്യവതിയായ ഒരമ്മ ഈ ലോകത്ത് വേറെ കാണില്ല. എന്നാൽ ആ ഗ്രാമീണർ കണ്ട പുറമോടിക്ക് പിന്നിൽ വലിയൊരു കണ്ണീർ കഥ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അത് ആ ഗ്രാമത്തിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. മക്കളുടെ വലിയ പദവികളും പ്രശസ്തിയും ആ അമ്മയുടെ ജീവിതത്തിലേക്ക് വെളിച്ചമല്ല, മറിച്ച് വലിയൊരു ഇരുട്ടാണ് കൊണ്ടുവന്നത്. മക്കൾ 4 പേരും വലിയ നഗരങ്ങളിലെ ഉയർന്ന പദവികളിലേക്ക് ചേക്കേറിയതോടെ സാവിത്രി ദേവിയുടെ ധനപൂർ ഗ്രാമത്തിലെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിന് താൽക്കാലികമായി അവസാനമുണ്ടായി. മക്കളുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി തന്റെ പ്രിയപ്പെട്ട ഗ്രാമത്തോടും ഭർത്താവിന്റെ ഓർമ്മകൾ നിറഞ്ഞ ആ പഴയ വീടിനോടും വിട പറഞ്ഞ് അവർ നഗരങ്ങളിലേക്ക് തിരിച്ചു. എന്നാൽ നഗരങ്ങളിലെ ആ വലിയ ബംഗ്ലാവുകളിൽ തനിക്കായി കാത്തിരിക്കുന്നത് ആഡംബര ജീവിതമല്ല, മറിച്ച് കടുത്ത അവഗണനയാണെന്ന് ആ പാവം അമ്മ അറിഞ്ഞിരുന്നില്ല. ഓരോ മാസവും അവർ ഏതെങ്കിലും ഒരു മകന്റെ വീട്ടിലേക്ക് പോകും. അവിടെ കുറച്ചു ദിവസം താമസിക്കുമ്പോൾ തന്നെ അടുത്ത മകന്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. ഒരു വീട്ടിലും അവർക്ക് സ്ഥിരമായി നിൽക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. മക്കൾ അവരെ ഒരു പന്ത് പോലെ പരസ്പരം തട്ടിക്കളിക്കുകയായിരുന്നു. എന്നാൽ സാവിത്രി ദേവി ആരോടും ഒന്നിനെയും കുറിച്ചും പരാതി പറഞ്ഞിരുന്നില്ല. ഗ്രാമത്തിൽ നിന്ന് പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിച്ചന്വേഷിച്ചാൽ അവർ തന്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പുഞ്ചിരിയോടെ പറയും, എന്റെ മക്കൾക്കെല്ലാം വലിയ ജോലിയല്ലേ, അവർ ഭയങ്കര തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും കൂടെ മാറി മാറി താമസിക്കുന്നു, എനിക്കിവിടെ എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ആ കൃത്രിമ പുഞ്ചിരിക്ക് പിന്നിലെ ആഴമേറിയ വേദന അവരുടെ കണ്ണുകൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ.
മാത്രമായിരുന്നുള്ളൂ. ഒരു ദിവസം രാവിലെ ലക്നൌവിലെ വലിയൊരു സർക്കാർ ബംഗ്ലാവിൽ IAS ഓഫീസറായ മൂത്ത മകൻ വിനയ് തന്റെ ഔദ്യോഗിക ഫയലുകൾ അതീവ ശ്രദ്ധയോടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ചായക്കപ്പുമായി വന്ന അവന്റെ ഭാര്യ റീതു ചുറ്റും നോക്കിയ ശേഷം വിനയന്റെ അരികിലിരുന്ന് പതുക്കെ പറഞ്ഞു, കേൾക്കൂ, അമ്മ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസം തികയാറായി. കുട്ടികളുടെ പഠിത്തവും ട്യൂഷൻ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അതിലുപരി നമ്മുടെ വീട്ടിൽ എപ്പോഴും വലിയ വലിയ ഉദ്യോഗസ്ഥരും വിദേശ അതിഥികളും വരുന്നതല്ലേ. അമ്മയുടെ ഈ നാട്ടുംപുറത്തെ രീതികളും സാധാരണ വസ്ത്രധാരണവും അവരുടെ മുന്നിൽ നമുക്കൊരു അന്തസ് കുറവാണ്. അതുകൊണ്ട് അമ്മയെ ഇനി അടുത്ത ഏതെങ്കിലും സഹോദരന്റെ അടുത്തേക്ക് മാറ്റാൻ നോക്കൂ. ഭാര്യയുടെ വാക്കുകൾ കേട്ട് വിനയ് ഒന്ന് നെടുവീർപ്പിട്ടു. തങ്ങളെ ഈ നിലയിലെത്തിക്കാൻ അമ്മ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നും എത്ര രാത്രികളിൽ പട്ടിണി കിടന്നിട്ടുണ്ടെന്നും അവന് നന്നായി അറിയാം. എന്നാൽ ഇന്ന് അവന്റെ ജീവിതവും ചിന്താഗതിയും പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. വലിയ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ, വിദേശയാത്രകൾ, സമൂഹത്തിലുള്ള ഉയർന്ന പദവി എന്നിവയ്ക്കിടയിൽ തന്റെ ഗ്രാമീണ ശൈലിയുള്ള സാധാരണക്കാരിയായ വൃദ്ധയായ അമ്മ ഒരു വലിയ ബാധ്യതയായി അവൻ കരുതി തുടങ്ങി. തന്റെ ആഡംബര കൂട്ടുകാർക്ക് മുന്നിൽ അമ്മയെ പരിചയപ്പെടുത്താൻ പോലും അവൻ മടി കാണിച്ചു. ഭാര്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവൻ ഉടൻ തന്നെ തന്റെ സഹോദരന്മാർ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം അയച്ചു. അമ്മ ഇവിടെ വന്നിട്ട് 2 മാസമായി. അടുത്തതായി അമ്മയെ ഇനി ആര് കൊണ്ടുപോകും? ഗ്രൂപ്പിൽ സന്ദേശമെത്തി മിനിറ്റുകൾക്കകം ഓരോരുത്തരായി മറുപടികൾ അയക്കാൻ തുടങ്ങി. ഭോപ്പാലിലുള്ള IPS ഓഫീസറായ രണ്ടാമത്തെ മകൻ അമിത് എഴുതി, എനിക്കിപ്പോൾ നഗരത്തിൽ തുടർച്ചയായ ഫീൽഡ് ഡ്യൂട്ടിയാണ്. ഭാര്യയും തിരക്കിലാണ്. അതുകൊണ്ട് ഇപ്പോൾ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ഡൽഹിയിലെ പ്രശസ്തനായ ഡോക്ടർ ശേഖരൻ മറുപടി നൽകി, എന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പുതിയ വിപുലീകരണ ജോലികൾ നടക്കുകയാണ്. അന്താരാഷ്ട്ര കോൺഫറൻസുകൾ ഉള്ളതിനാൽ ഞാൻ ഭയങ്കര തിരക്കിലാണ്. ഏറ്റവും ഇളയവനായ വക്കീൽ നിഖിൽ എഴുതി, ഹൈക്കോടതിയിൽ വലിയൊരു കോർപ്പറേറ്റ് കേസിന്റെ വാദം നടക്കുകയാണ്. രാത്രി വൈകിയാണ് വീട്ടിലെത്തുന്നത്. ഇപ്പോൾ എന്റെ വീട്ടിലും അമ്മയെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. മൊബൈൽ സ്ക്രീനിലെ സഹോദരന്മാരുടെ മെസ്സേജുകൾ ഓരോന്നായി വായിച്ച വിനയന്റെ മുഖത്ത് കടുത്ത ഉത്കണ്ഠം നിറഞ്ഞു. അതമ്മക്ക് പ്രായമായല്ലോ എന്നോർത്തുള്ള സങ്കടമായിരുന്നില്ല, മറിച്ച് ഈ അമ്മയെ ഇനി എങ്ങോട്ട് ഒഴിവാക്കും എന്നതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അതേസമയം ചായക്കപ്പുകൾ മാറ്റാനായി സാവിത്രി ദേവി പതുക്കെ ആ മുറിയിലേക്ക് നടന്നു വന്നു. വിനയന്റെ മുഖത്തെ ദേഷ്യവും വാട്സപ്പ് സന്ദേശങ്ങളും കണ്ട അമ്മക്കും കാര്യം മനസ്സിലായി. അവർ മകന്റെ അരികിൽ ചെന്ന് വളരെ ശാന്തമായി പറഞ്ഞു, മോനെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ എന്നെ എന്റെ ഗ്രാമത്തിലേക്ക് തന്നെ വിട്ടേക്കൂ. ഞാൻ അവിടെ ആ പഴയ വീട്ടിൽ സമാധാനത്തോടെ കഴിഞ്ഞോളാം. വിനയ് അമ്മയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കാൻ ധൈര്യമില്ലാതെ തന്റെ ഫോണിലേക്ക് നോട്ടം തിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും വേണ്ട അമ്മേ, ഞാൻ സഹോദരന്മാരോട് സംസാരിച്ച് ഒരു വഴി കണ്ടെത്തുന്നുണ്ട്. ആ വാക്കുകളിൽ ഒരു മകന്റെ സ്നേഹമില്ലായിരുന്നു. സാവിത്രി ദേവി ഒന്നും മിണ്ടാതെ നിശബ്ദയായി തന്റെ മുറിയിലേക്ക് മടങ്ങി. താൻ രക്തം നീരാക്കി വളർത്തിയ സ്വന്തം മക്കളുടെ വലിയ കൊട്ടാരങ്ങളിൽ തനിക്കായി മാറ്റിവെച്ചിരിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് ആർക്കും വേണ്ടാത്ത ഒരു ചെറിയ മുറി മാത്രമാണെന്ന് അവർ ആദ്യമായി ഹൃദയവേദനയോടെ തിരിച്ചറിഞ്ഞു. ലക്നൌവിലെ വിനയന്റെ ബംഗ്ലാവിൽ കനത്ത നിശബ്ദത പടർന്നു പിടിച്ച ദിവസങ്ങളായിരുന്നു അത്. വിനയന്റെ സന്ദേശം കണ്ട 3 ദിവസങ്ങൾക്ക് ശേഷം 4 സഹോദരന്മാരും കൂടി ഒരു വീഡിയോ കോൾ വഴി സംസാരിക്കാൻ തീരുമാനിച്ചു. രാത്രി 9 മണിക്ക് 4 പേരും തങ്ങളുടെ ആഡംബര മുറിക്കുള്ളിലിരുന്ന് സ്ക്രീനിൽ മുഖാമുഖം കണ്ടു. തുടക്കത്തിൽ അവർ തങ്ങളുടെ വലിയ ബിസിനസ്സുകളെക്കുറിച്ചും പുതിയ വണ്ടികളെക്കുറിച്ചും കുട്ടികളുടെ അന്താരാഷ്ട്ര പഠനത്തെക്കുറിച്ചും വലിയ ആവേശത്തോടെയും ചിരിയോടെയും സംസാരിച്ചു. എന്നാൽ സംസാരം പതുക്കെ അമ്മയുടെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ആ ചിരികളെല്ലാം മാഞ്ഞുപോയി. കോളിന്റെ അന്തരീക്ഷം പെട്ടെന്ന് ഗൗരവമുള്ളതായി മാറി. ഓരോരുത്തരും തങ്ങളുടെ ഭാഗത്തെ ന്യായങ്ങളും ബുദ്ധിമുട്ടുകളും നിരത്താൻ മത്സരിക്കുകയായിരുന്നു. മൂത്ത മകൻ വിനയൻ പറഞ്ഞു, ഋതുവിന് അമ്മയുടെ രീതികളുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികളുടെ വലിയ പരീക്ഷയും വരുന്നുണ്ട്. ഭോപ്പാലിൽ നിന്ന് അമിത് പറഞ്ഞു, എന്റെ IPS ജോലിയുടെ സമ്മർദ്ദം നിങ്ങൾക്കറിയാമല്ലോ. വീട്ടിൽ അമ്മയെ നോക്കാൻ ആർക്കും സമയമില്ല. ഡോക്ടർ ശേഖർ തന്റെ ആശുപത്രിയിലെ തിരക്കുകളെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ വക്കീൽ നിഖിൽ തന്റെ കോടതി കേസുകളുടെ വലിയ കെട്ടുകളാണ് കാണിച്ചത്. ഒരു മകൻ പോലും അമ്മ എന്റെ കൂടെ നിൽക്കട്ടെ, ഞാൻ സ്നേഹത്തോടെ നോക്കാം എന്ന് പറയാൻ തയ്യാറായില്ല. തങ്ങളെ വളർത്താൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ആ വലിയ പദവികളുടെ തിളക്കത്തിൽ അവർ പൂർണ്ണമായും മറന്നുപോയിരുന്നു. ഈ തർക്കങ്ങളും ചർച്ചകളും നടക്കുമ്പോൾ സാവിത്രി ദേവി തൊട്ടടുത്തുള്ള ഹാളിലെ ഇരുട്ടിലിരുന്ന് മക്കളുടെ ഓരോ വാക്കും കേൾക്കുന്നുണ്ടായിരുന്നു. സ്പീക്കറിലൂടെ പുറത്തു വന്ന മക്കളുടെ തണുത്ത വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. താൻ പ്രാണനായി കരുതിയ മക്കൾക്ക് താൻ വെറും ഒരു ഭാരമാണെന്നും പരസ്പരം കൈമാറാൻ ശ്രമിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തം മാത്രമാണെന്നും അവർക്ക് ബോധ്യമായി. ഒടുവിൽ മൂത്ത മകൻ വിനയ് ഒരു വിധികർത്താവിനെ പോലെ തന്റെ അന്തിമ തീരുമാനം അറിയിച്ചു. ശരി, തർക്കിച്ചിട്ട് കാര്യമില്ല.
അമ്മ അടുത്ത ഒരു മാസം അമിതിന്റെ കൂടെ ഭോപ്പാലിൽ നിൽക്കും. അവിടെ നിന്ന് ശേഖരന്റെ അടുത്തേക്കും അതിനുശേഷം നിഖിലിന്റെ അടുത്തേക്കും പോകും. ആരും ഇനി ഇതിൽ പരാതി പറയരുത്. മറ്റുള്ള 3 പേരും യാതൊരു വികാരവുമില്ലാതെ വലിയൊരു ബാധ്യത ഒഴിഞ്ഞ ആശ്വാസത്തോടെ അതിന് സമ്മതം മൂളി. സാവിത്രി ദേവി തന്റെ കണ്ണീർ തുടച്ച് മുഖത്ത് ഒരു കൃത്രിമ പുഞ്ചിരി വിരത്തിക്കൊണ്ട് മകന്റെ മുറിയിലേക്ക് ചെന്നു. വിനിയനോട് അവർ പതുക്കെ പറഞ്ഞു, മോനെ, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അതാണ് എനിക്ക് സന്തോഷം. ഞാൻ നാളെ തന്നെ ഭോപ്പാലിലേക്ക് പോയിക്കോളാം. എന്നാൽ അവരുടെ ചുണ്ടുകൾ സങ്കടം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ആ അമ്മ ഉറങ്ങിയില്ല. തന്റെ പഴയ തടിയുടെ പെട്ടി തുറന്ന് അവർ അതിൽ നിന്ന് ആകെ എടുത്തത് 2 സാധാരണ കോട്ടൺ സാരികളും ഒരു ചെറിയ മരുന്നിന്റെ ഡപ്പയും താൻ എന്നും പ്രാർത്ഥിക്കുന്ന ഭഗവാന്റെ ഒരു ചെറിയ ചിത്രവും അന്തരിച്ച ഭർത്താവ് രാമസ്വരൂപിന്റെ ഒരു പഴയ ഫോട്ടോയും മാത്രമായിരുന്നു. മക്കൾ വാങ്ങി നൽകിയ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അവർ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇനി തനിക്കൊരു സ്ഥിരമായ വീടില്ലെന്നും താൻ പോകുന്നിടത്തെല്ലാം കുറച്ചു ദിവസത്തെ ഒരു അതിഥി മാത്രമായിരിക്കുമെന്നും അവർക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ വിനിയന്റെ കാറിൽ അവർ ഭോപ്പാലിലുള്ള അമിതിന്റെ വീട്ടിലേക്ക് യാത്രയായി. അവിടെ എത്തിയപ്പോൾ അമിത് അമ്മയെ സ്വീകരിച്ചെങ്കിലും അവന്റെ മുഖത്ത് യഥാർത്ഥ സന്തോഷമില്ലായിരുന്നു. മരുമകൾ നേഹ വെറുമൊരു ചടങ്ങ് പോലെ കാൽ തൊട്ട് വന്ദിച്ചതിനു ശേഷം വേലക്കാരനോട് പറഞ്ഞു, അമ്മയുടെ സാധനങ്ങൾ മുകളിലത്തെ മുറിയിലേക്ക് മാറ്റൂ. അത് വീടിന്റെ സ്റ്റോർ റൂമിന് തൊട്ടടുത്തുള്ള ആരും അധികം കടന്നു ചെല്ലാത്ത ഒരു ചെറിയ ഇരുണ്ട മുറിയായിരുന്നു. ജനലിന് പുറത്തേക്ക് നോക്കിയാൽ വലിയ ചുവരുകൾ മാത്രം കാണുന്ന ആ മുറിയിലേക്ക് സാവിത്രി ദേവി ഒന്നും മിണ്ടാതെ തന്റെ ചെറിയ ബാഗുമായി നടന്നുപോയി. ഭോപ്പാലിലെ IPS ഓഫീസറായ അമിതിന്റെ വലിയ ബംഗ്ലാവിലെ ജീവിതം സാവിത്രി ദേവിക്ക് നരകതുല്യമായിരുന്നു. ആഡംബരത്തിന്റെ നടുവിലായിരുന്നിട്ടും അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. ദിവസങ്ങൾ കടന്നു പോകവേ ആ വീട്ടിലെ ചില യാഥാർത്ഥ്യങ്ങൾ അവർ വേദനയോടെ മനസ്സിലാക്കി. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മകനും മരുമകളും കൊച്ചുമക്കളും ഒരുമിച്ചിരുന്ന് ചിരിച്ചുല്ലസിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വൃദ്ധയായ അമ്മക്ക് മാത്രം ഭക്ഷണം നൽകിയിരുന്നത് എല്ലാവരും കഴിച്ചതിനു ശേഷം വേലക്കാരുടെ കൂടെ അടുക്കളയിലോ അല്ലെങ്കിൽ മുകളിലത്തെ ഇരുണ്ട മുറിയിലോ ആയിരുന്നു. കൊച്ചുമക്കൾ എപ്പോഴും തങ്ങളുടെ വില കൂടിയ ഐപാഡുകളിലും മൊബൈൽ ഫോണുകളിലും മുഴുകിയിരിക്കുകയായിരുന്നു. അവർക്ക് മുത്തശ്ശിയോട് സംസാരിക്കാനോ അവരുടെ അരികിൽ വന്നിരിക്കാനോ താല്പര്യമില്ലായിരുന്നു. മകൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും. മരുമകൾ പാർട്ടികളും ആഡംബര ഷോപ്പിങ്ങുകളുമായി സ്വന്തം ലോകത്ത് തിരക്കിലായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അമിത് സോഫയിലിരുന്ന് ഫോൺ പരിശോധിക്കുമ്പോൾ സാവിത്രി ദേവി പതുക്കെ അവന്റെ അടുത്ത് ചെന്നു. വളരെ കൊതിയോടെ അവന്റെ കൈകളിൽ തൊട്ടുകൊണ്ട് അവർ പറഞ്ഞു, മോനെ, നിനക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചു നേരം എന്റെ അടുത്ത് വന്നിരിക്കാമോ? നീ ചെറുതായിരുന്നപ്പോൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു. കുറെ ദിവസമായി നിങ്ങളോട് ഒന്ന് തുറന്ന് സംസാരിച്ചിട്ട്. അമിത് തന്റെ വില കൂടിയ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു, അമ്മേ, എനിക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസ് മീറ്റിംഗ് ഉണ്ട്. DGPയെ കാണാൻ പോകണം. ഞാൻ പിന്നെ വരാം. എന്നാൽ ആ പിന്നെ ഒരിക്കലും വന്നില്ല. ആ പദവിയുടെ അഹങ്കാരത്തിൽ സ്വന്തം അമ്മയുടെ സ്നേഹത്തിനു വേണ്ടിയുള്ള യാചന അവൻ കണ്ടില്ലെന്ന് നടിച്ചു. അന്ന് രാത്രി സാവിത്രി ദേവി ജനലിലൂടെ ആകാശത്തെ ചന്ദ്രനെ നോക്കി നിന്നു. തണുത്ത കാറ്റിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒലിച്ചിറങ്ങി. അവർ അത് പെട്ടെന്ന് സാരിത്തുമ്പാൽ തുടച്ചു മാറ്റി. താൻ കരഞ്ഞാൽ അത് മക്കളുടെ ജീവിതത്തിന് ദോഷം ചെയ്യുമെന്ന് ആ പാവം അമ്മ അപ്പോഴും ഭയന്നു. എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം നൊമ്പരമായി അവശേഷിച്ചു. അമ്മമാരുടെ ആവശ്യം മക്കൾക്ക് കുട്ടിക്കാലത്ത് വിശക്കുമ്പോൾ മാത്രമാണോ ഉള്ളത്? വളർന്നു വലുതാകുമ്പോൾ അമ്മമാരെ ആർക്കും ആവശ്യമില്ലേ? കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സഹോദരന്മാർക്കിടയിൽ തർക്കങ്ങൾ തുടങ്ങി. അമിത് അടുത്ത ഊഴക്കാരനായി ഡോക്ടർ ശേഖറിനെ വിളിച്ചു. ശേഖർ തന്റെ പുതിയ വിദേശ യാത്രകളെക്കുറിച്ച് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. വക്കീൽ നിഖിലും കൈമലർത്തി. അമ്മയെ അടുത്ത വീട്ടിലേക്ക് മാറ്റാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ 4 പേരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. അമ്മയെ തൽക്കാലം ഗ്രാമത്തിലെ ആ പഴയ വീട്ടിലേക്ക് തന്നെ വിടാം. അവിടെ അമ്മ ഒറ്റയ്ക്ക് കഴിഞ്ഞോളും. വലിയ നഗരങ്ങളിലെ അന്തരീക്ഷം അമ്മക്ക് ചേരുന്നില്ല. പിന്നീട് നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. ആ ക്രൂരമായ തീരുമാനം വിനയ് ഫോണിലൂടെ സാവിത്രി ദേവിക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അവർ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. ആരെയും കുറ്റപ്പെടുത്തിയതുമില്ല. അവർ പതുക്കെ തലയാട്ടി സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ തന്റെ ചെറിയ തുണിസഞ്ചിയും ഭഗവാന്റെ ചിത്രവും ഭർത്താവിന്റെ ഫോട്ടോയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ അമിതിന്റെ ആഡംബര കാറിലേക്ക് കയറി. ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു. കാർ ഗ്രാമത്തിലേക്ക് നീങ്ങുമ്പോൾ അവർ ഒരു തവണ പോലും തിരിഞ്ഞ് ആ വലിയ നഗരങ്ങളിലേക്കോ മകന്റെ ബംഗ്ലാവിലേക്കോ നോക്കിയില്ല. അവരുടെ മുഖത്ത് വലിയൊരു ശാന്തതയുണ്ടായിരുന്നു. പ്രതീക്ഷകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച ഉള്ളിൽ ജീവനറ്റ ഒരാളുടെ മുഖത്തുള്ള ഭയപ്പെടുത്തുന്ന ശാന്തത. മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ
കാർ ധനപൂർ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ എത്തി. പഴയ വഴിയിലൂടെ കടന്ന് വണ്ടി ആ പഴയ വീടിന് മുന്നിൽ നിന്നു. സാവിത്രി ദേവി പതുക്കെ താഴെ ഇറങ്ങി. ഡ്രൈവർ അവരുടെ ചെറിയ ബാഗ് നിലത്തുവെച്ച് വണ്ടി തിരിച്ചുപോയി. മുന്നിൽ ചായം പൂശാത്ത ജനലുകൾ തകർന്ന ആ പഴയ വീട് അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ആ അമ്മയുടെ നാവിലൂടെ ഒരു വാക്ക് പതുക്കെ പുറത്തു വന്നു. ഭഗവാനെ, 4 വലിയ ഓഫീസർമാരെ വളർത്തിയിട്ടും ഒടുവിൽ എനിക്ക് അഭയം നൽകാൻ ഈ മണ്ണും എന്റെ ഭർത്താവിന്റെ ഈ പഴയ വീടും മാത്രമേ ഉണ്ടായുള്ളൂ. അവർ വിറക്കുന്ന കൈകളോടെ ആ പഴയ വീടിന്റെ തുരുമ്പിച്ച പൂട്ടിൽ തൊട്ടു. ധനപൂർ ഗ്രാമത്തിലെ ആ പഴയ വീടിന്റെ തുരുമ്പിച്ച പൂട്ടിൽ തൊടുമ്പോൾ സാവിത്രി ദേവിയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. പൂട്ടഴിച്ച് അവർ പതുക്കെ വാതിൽ തള്ളി തുറന്നു. മാസങ്ങളായി അടച്ചു കടന്നതിനാൽ ആ വീടിനകം മുഴുവൻ ഇരുട്ടും കനത്ത നിശബ്ദതയും പടർന്നു പിടിച്ചിരുന്നു. ജനലുകളിലൂടെ അരിച്ചെത്തിയ സൂര്യപ്രകാശത്തിൽ വീടിനുള്ളിൽ പൊടിപടലങ്ങൾ പറന്നു കടക്കുന്നത് കാണാമായിരുന്നു. മുറ്റത്ത് ഉണങ്ങിയ ഇലകൾ ചിതറിക്കിടക്കുന്നു. ചുവരുകളിലാകെ ചിലന്തി വലകൾ തൂങ്ങിക്കിടക്കുന്നു. ഒരു കാലത്ത് തന്റെ മകളുടെ ചിരിയും കളികളും കൊണ്ട് മുഖരിതമായിരുന്ന ആ വീടിന്ന് ജീവനറ്റതുപോലെ തോന്നിപ്പിച്ചു. എന്നാൽ സാവിത്രി ദേവി ആരോടും ഒന്നിനെയും കുറിച്ചും പരാതി പറഞ്ഞില്ല. അവർ തന്റെ ചെറിയ തുണിസഞ്ചി ഒരു വശത്ത് വെച്ച് കൈകൾ ചുരുട്ടിപ്പിടിച്ച് ഒരു ചൂലെടുത്ത് വീട് വൃത്തിയാക്കാൻ തുടങ്ങി. ഈ പ്രായത്തിലും തളരാത്ത മനസ്സോടെ അവർ ഓരോ മുറിയും അടിച്ചും തുടച്ചും വൃത്തിയാക്കി. വൈകുന്നേരമായപ്പോഴേക്കും ആ വീട് പൂർണ്ണമായും പഴയതുപോലെ ആയില്ലെങ്കിലും താമസിക്കാൻ യോഗ്യമായ രീതിയിലായി മാറി. അപ്പോഴാണ് അയൽവാസിയായ ഗംഗ ചേച്ചി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. സാവിത്രി ദേവി ഒറ്റക്ക് മുറ്റമടിക്കുന്നത് കണ്ട് അവർ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു, അല്ല സാവിത്രി, തനിക്ക് 4 വലിയ ഉദ്യോഗസ്ഥരായ മക്കളുണ്ടായിട്ടും നീ എന്താ ഈ പ്രായത്തിൽ ഇവിടെ ഒറ്റക്ക് വന്നിറങ്ങിയത്? അവർ നിന്നെ നോക്കുന്നില്ലേ? സാവിത്രി ദേവി തന്റെ ഉള്ളിലെ സങ്കടങ്ങൾ പുറത്ത് കാണിക്കാതെ ഒരു കൃത്രിമ പുഞ്ചിരിയോടെ പറഞ്ഞു, അതൊന്നുമല്ല ഗംഗ, മക്കൾക്കെല്ലാം വലിയ ഉത്തരവാദിത്തമുള്ള ജോലികളല്ലേ. അവർ ഭയങ്കര തിരക്കിലാണ്. നഗരങ്ങളിലെ അടച്ചിട്ട ആഡംബര മുറിക്കുള്ളിലിരുന്ന് എനിക്ക് മടുത്തു. എനിക്ക് എന്റെ ഗ്രാമത്തിന്റെ മണ്ണും കാറ്റുമേൽക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ സ്വയം ഇങ്ങോട്ട് പോന്നു എന്ന് മാത്രം. ഗംഗക്ക് ആ വാക്കുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം മനസ്സിലായെങ്കിലും അവർ കൂടുതലൊന്നും ചോദിച്ച് അമ്മയെ സങ്കടപ്പെടുത്തിയില്ല. പിറ്റേ ദിവസം രാവിലെ ഗ്രാമത്തിൽ അമ്മ തിരിച്ചെത്തിയ വാർത്ത പരന്നു. ഗ്രാമവാസികളിൽ പലരും അവരെ കാണാൻ ഓടിയെത്തി. ഗ്രാമത്തിലുള്ളവർക്ക് സാവിത്രി ദേവിയോട് വലിയ ബഹുമാനമായിരുന്നു. ചെറുപ്പക്കാർ പലരും അവരുടെ കാൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങി. സാവിത്രി ദേവി എല്ലാവരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. എന്നാൽ തന്റെ മക്കളെ കുറിച്ച് ഒരു ചെറിയ കുത്തുവാക്ക് പോലും ആരോടും പറഞ്ഞില്ല. അന്ന് രാത്രി അവർ അടുപ്പ് കൂട്ടി ഒരൊറ്റ ചപ്പാത്തി ഉണ്ടാക്കി. ആ വലിയ വീടിന്റെ ഇരുട്ടിലിരുന്ന് ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ വീടിന്റെ നിശബ്ദത അവരെ ഭയപ്പെടുത്തി. 4 വലിയ മക്കളുടെ അമ്മയായിട്ടും ഇന്ന് അവരുടെ മുന്നിൽ ഒരു പ്ലേറ്റ് ഭക്ഷണം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ചോദിക്കാൻ പോലും ആരും അരികിലുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ സാവിത്രി ദേവി ഗ്രാമത്തിലെ പഴയ ശിവക്ഷേത്രത്തിലേക്ക് നടന്നു. അവിടുത്തെ പ്രായമായ പൂജാരി ഗോപാൽ ശാസ്ത്രി അവരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. അമ്മേ, ഇനി അമ്മ ഇവിടെ തന്നെ കാണുമോ? സാവിത്രി ദേവി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. അതെ, ഭഗവാൻ എന്നെ എവിടെ നിർത്തുന്നോ അവിടെ ഞാൻ നിൽക്കും. അന്നു മുതൽ അവർ ക്ഷേത്രത്തിലെ ജോലികൾ സ്വയം ഏറ്റെടുത്തു. രാവിലെ പൂക്കൾ പറിക്കുക, ക്ഷേത്രമുറ്റം അടിച്ചു വാരുക, ക്ഷേത്രത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് പ്രസാദം വിതരണം ചെയ്യുക എന്നിവ അവരുടെ ദിനചര്യയായി മാറി. ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾ പതുക്കെ അമ്മയുടെ അരികിലേക്ക് അടുത്തു തുടങ്ങി. അവർ സാവിത്രി ദേവിയെ മുത്തശ്ശി എന്ന് വിളിക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് പ്രസാദവും ഭക്ഷണവും നൽകുമ്പോൾ സാവിത്രി ദേവി സ്വന്തം മക്കളുടെ കുട്ടിക്കാലം അവരിൽ കാണുകയായിരുന്നു. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി കീറിയ വസ്ത്രം ധരിച്ച് കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, മുത്തശ്ശി, ഇന്നെന്റെ വീട്ടിൽ ആഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് വിശക്കുന്നു. സാവിത്രി ദേവിക്ക് അത് കേട്ട് സഹിച്ചില്ല. അവർ അവനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തന്റെ പ്ലേറ്റിലുണ്ടായിരുന്ന പകുതി ചപ്പാത്തിയും പരിപ്പ് കറിയും അവർ ആ കുട്ടിക്ക് നൽകി. അവൻ വിശപ്പോടെ കഴിക്കുന്നത് കണ്ട് അവർ സന്തോഷത്തോടെ വെള്ളം കുടിച്ച് വിശപ്പടക്കി. ഈ വിവരം ഗ്രാമത്തിൽ പരന്നു. ആളുകൾ പറയാൻ തുടങ്ങി, സ്വന്തം മക്കളെ വലിയ നിലയിലാക്കിയിട്ടും ആ മക്കൾ ഉപേക്ഷിച്ച അമ്മ ഇന്ന് മറ്റുള്ളവരുടെ മക്കളുടെ വിശപ്പടക്കുന്നു. എന്നാൽ ലോകം എന്തു പറയുന്നു എന്ന് സാവിത്രി ദേവി ആലോചിച്ചില്ല. വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ധർമ്മം. ധനപൂർ ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിന്റെ പടികളിലിരുന്ന് കുട്ടികൾക്ക് സ്നേഹത്തോടെ പ്രസാദം വിതരണം ചെയ്യുന്ന സാവിത്രി ദേവിയെ ഗ്രാമം മുഴുവൻ ബഹുമാനത്തോടെയാണ് നോക്കിക്കണ്ടത്. ആ ഗ്രാമത്തിൽ താമസിക്കുന്ന 30 വയസ്സുള്ള രാഘവ് എന്നൊരു യുവാവുണ്ടായിരുന്നു. അവൻ വളരെ സാധാരണക്കാരനും പാവപ്പെട്ടവനുമായിരുന്നു. ദിവസവും കൂലിപ്പണി ചെയ്താണ് അവൻ തന്റെ വിശപ്പടക്കിയിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട രാഘവിന് കുടുംബം എന്താണെന്നോ മാതൃസ്നേഹം എന്താണെന്നോ
എന്തെന്നോ അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെ പ്രായമായ മുതിർന്നവരെ സഹായിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതും അവൻ തന്റെ കടമയായി കണ്ടിരുന്നു. സാവിത്രി ദേവി നഗരങ്ങളിലെ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഗ്രാമത്തിലെ പഴയ വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം നൊന്തു. ഒരു ദിവസം വൈകുന്നേരം സാവിത്രി ദേവി ക്ഷേത്രത്തിലെ ജോലികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ രാഘവ് ഒന്നും മിണ്ടാതെ അവരുടെ പിന്നാലെ നടന്നു. അവർ വീട്ടുപടിക്കൽ എത്തിയപ്പോൾ അവൻ മുന്നോട്ട് വന്ന് കൈകൾ കൂപ്പി വളരെ വിനയത്തോടെ പറഞ്ഞു, "അമ്മേ, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ദിവസവും വൈകുന്നേരം ഇവിടെ വന്ന് ഇവിടുത്തെ ചെറിയ ജോലികൾ ചെയ്തു തരാം. വെള്ളം കോരി വെക്കാനും വിറക് കീറാനും ഈ പ്രായത്തിൽ അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ല." സാവിത്രി ദേവി അവനെ നോക്കി സൗമ്യമായി പറഞ്ഞു, "വേണ്ട മോനെ, നിനക്ക് കൂലി തരാൻ മാത്രമുള്ള പണമോ സമ്പത്തോ ഒന്നും എന്റെ കയ്യിലില്ല. ഞാൻ ഭഗവാന്റെ പ്രസാദം കഴിച്ചാണ് കഴിയുന്നത്." രാഘവ് പെട്ടെന്ന് മറുപടി നൽകി, "ഞാൻ പണം വാങ്ങാൻ വന്നതല്ല അമ്മേ. എനിക്ക് ചെറുപ്പത്തിലെ എന്റെ അമ്മയെ നഷ്ടപ്പെട്ടതാണ്. എനിക്ക് പണമല്ല, ഒരമ്മയുടെ സ്നേഹമാണ് വേണ്ടത്. നിങ്ങളെ സേവിക്കാൻ എന്നെ അനുവദിച്ചാൽ മാത്രം മതി." ആ വാക്കുകൾ കേട്ടതും സാവിത്രി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ 9 മാസം ചുമന്ന് ചോര നീരാക്കി വളർത്തിയ 4 മക്കൾക്ക് വേണ്ടാത്ത ഈ വൃദ്ധശരീരത്തിന് മുന്നിലാണ് ഒരു അപരിചിതൻ അമ്മയെന്ന് വിളിച്ച് നിൽക്കുന്നത്. അവർ ആദ്യമായി സ്വന്തം മക്കളല്ലാത്ത ഒരു വ്യക്തിയുടെ തലയിൽ കൈവച്ച് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. അന്നു മുതൽ രാഘവ് ദിവസവും രാവിലെ അവർക്കായി ശുദ്ധമായ പാലെത്തിച്ചു. മരുന്നുകൾ കൃത്യസമയത്ത് വാങ്ങി നൽകി. വീടിന്റെ തകർന്ന വാതിലുകളും മേൽക്കൂരയും അറ്റകുറ്റപ്പണി നടത്തിക്കൊടുത്തു. ഗ്രാമവാസികൾ അവനോട് പലപ്പോഴും ചോദിച്ചു, "രാഘവ, 4 വലിയ ഓഫീസർമാരായ മക്കളുള്ള വൃദ്ധയാണവർ. നീ ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനായിട്ടും അവർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ്?" രാഘവ് ഒരൊറ്റ മറുപടി മാത്രമേ നൽകിയുള്ളൂ, "സ്വന്തം ചോര മറന്ന ഒരമ്മക്ക് സ്നേഹവും തണലും നൽകുക എന്നത് മനുഷ്യത്വമാണ്. അത് ദൈവത്തിന്റെ നിയോഗമാണ്." സാവിത്രി ദേവി അവനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. താൻ കൈപിടിച്ച് നടത്താൻ പഠിപ്പിച്ച മക്കൾ വലിയ നഗരങ്ങളിൽ ആഡംബരത്തോടെ ജീവിക്കുമ്പോൾ ഒരു അപരിചിതനായ മകനാണ് ഇന്ന് തനിക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത്. ഇതേ സമയം വലിയ നഗരങ്ങളിൽ ആ 4 മക്കളുടെയും ജീവിതം പതിവ് പോലെ വേഗതയേറിയതായിരുന്നു. എന്നാൽ സാവിത്രി ദേവി ഗ്രാമത്തിലെത്തിയതോടെ അവരുടെ ജീവിതത്തിൽ അദൃശ്യമായ ചില പ്രതിസന്ധികൾ ഉണ്ടായി തുടങ്ങി. അത് ദൈവത്തിന്റെ നീതിയുടെ തുടക്കമായിരുന്നു. IAS ഓഫീസറായ മൂത്ത മകൻ വിനയ് നേതൃത്വം നൽകിയിരുന്ന വലിയൊരു വികസന പ്രൊജക്ട് പെട്ടെന്ന് വലിയൊരു അഴിമതി ആരോപണത്തിൽ കുടുങ്ങി. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള അന്വേഷണം അവനെതിരെ ആരംഭിച്ചു. IPS ഓഫീസറായ അമിത് എടുത്ത ഒരു കടുത്ത പോലീസ് നടപടി വലിയ മനുഷ്യാവകാശ ലംഘനമായി ചിത്രീകരിക്കപ്പെടുകയും അവന്റെ പ്രൊമോഷൻ തടയപ്പെടുകയും ചെയ്തു. ഡൽഹിയിലെ പ്രശസ്തനായ ഡോക്ടർ ശേഖറിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഒരു ചെറിയ മെഡിക്കൽ വീഴ്ച സംഭവിക്കുകയും അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയും ചെയ്തു. അതോടെ അവന്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടി. ഹൈക്കോടതി വക്കീൽ നിഖിൽ തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കോർപ്പറേറ്റ് കേസ് കോടതിയിൽ ദയനീയമായി തോൽക്കേണ്ടി വന്നു. 4 പേരും 4 വ്യത്യസ്ത നഗരങ്ങളിലായിരുന്നുവെങ്കിലും ഒരേ സമയം വലിയ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളെയും നേരിട്ടു. അവർ അതിനെ വെറുമൊരു യാദൃശ്ചികതയായിട്ടാണ് ആദ്യം കരുതിയത്. തങ്ങൾ അമ്മയോട് ചെയ്ത വലിയ ക്രൂരതയുടെയും അവഗണനയുടെയും ഫലമാണിതെന്ന് അവർ ചിന്തിച്ചതേയില്ല. എന്നാൽ ഗ്രാമത്തിൽ പഴയ വീട്ടിലിരുന്ന് സാവിത്രി ദേവി ദിവസവും ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, "ഭഗവാനെ, എന്റെ മക്കൾക്ക് യാതൊരു ആപത്തും വരുത്തരുതേ. അവരെ കാത്തുകൊള്ളണേ." അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി. ചുണ്ടുകളിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ഇടിയോടുകൂടി കനത്ത മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ശക്തമായ കാറ്റിൽ ഗ്രാമത്തിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നുപോയി. സാവിത്രി ദേവിയുടെ പഴയ വീടിന്റെ മേൽക്കൂര തകരാറിലായിരുന്നതിനാൽ തളർന്ന ആ ചുവരുകൾക്കുള്ളിലേക്ക് മഴവെള്ളം ശക്തിയായി ഒലിച്ചിറങ്ങാൻ തുടങ്ങി. വീട്ടുസാധനങ്ങളും അമ്മയുടെ ആകെയുള്ള 2 സാരികളും മരുന്നുകളും നനഞ്ഞു കുതിർന്നു. ഈ അവസ്ഥയറിഞ്ഞ് രാഘവ് കനത്ത മഴയെപ്പോലും വകവെക്കാതെ അങ്ങോട്ട് ഓടിയെത്തി. അവൻ ജീവൻ പണയപ്പെടുത്തി ആ അർദ്ധരാത്രിയിൽ വീടിന്റെ മുകളിൽ കയറി വലിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് വെള്ളം അകത്തേക്ക് വരുന്നത് തടഞ്ഞു. അവൻ താഴെ ഇറങ്ങിയപ്പോൾ തണുത്തു വിറച്ച് പൂർണ്ണമായും നനഞ്ഞിരുന്നു. സാവിത്രി ദേവി വിറക്കുന്ന കൈകളോടെ അവന്റെ തല തുവർത്തിക്കൊടുത്ത് പറഞ്ഞു, "മകനെ, ഈ പ്രായത്തിൽ എന്നെ സഹായിക്കാൻ വന്ന നിന്നെ ദൈവം എപ്പോഴും കാത്തു സൂക്ഷിക്കും." രാഘവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അമ്മയുടെ ഈ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട അമ്മേ." ഈ സമയം നഗരങ്ങളിൽ സഹോദരന്മാരുടെ അവസ്ഥ കൂടുതൽ ദയനീയമായിരുന്നു. IAS ഓഫീസറായ വിനയിനെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തി. അവനെ പുകഴ്ത്തി നടന്ന സുഹൃത്തുക്കളെല്ലാം അവനിൽ നിന്ന് അകന്നുമാറി. പദവിയുടെ അഹങ്കാരം നഷ്ടപ്പെട്ട IPS ഓഫീസറായ അമിത് ആദ്യമായി അധികാര കസേരയുടെ താൽക്കാലികത തിരിച്ചറിഞ്ഞു. ഡോക്ടർ ശേഖറിന്റെ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം വളരെ കുറഞ്ഞു.
പറഞ്ഞു. ആളുകൾ അവനെ അവിശ്വസിക്കാൻ തുടങ്ങി. വക്കീലായ നിഖിലിന് കോടതിയിൽ വാദിക്കാനുള്ള ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒരു ദിവസം 4 സഹോദരന്മാരും കൂടി ഫോണിൽ സംസാരിച്ചപ്പോൾ വിനയ് പതുക്കെ പറഞ്ഞു, എനിക്കറിയില്ല, അമ്മ ഗ്രാമത്തിലേക്ക് പോയതിനു ശേഷം നമ്മുടെ ജീവിതത്തിലെല്ലാം വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ ചെയ്ത തെറ്റാണോ ഇതിന് കാരണം? ഫോണിൽ കുറച്ചു നേരം കനത്ത നിശബ്ദത പടർന്നു. അമ്മയോട് ചെയ്ത ക്രൂരതയുടെ ഫലമാണ് ഈ തിരിച്ചടികൾ എന്ന് അവരുടെ ഉള്ളിൽ ഒരു ഭയം തോന്നിത്തുടങ്ങി. തങ്ങൾ തള്ളിക്കളഞ്ഞത് വെറും ഒരു വൃദ്ധയെയല്ല, തങ്ങളുടെ ജീവിതത്തിന്റെ ഐശ്വര്യമായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. എങ്കിലും ഗ്രാമത്തിലെ പഴയ വീട്ടിലിരുന്ന് സാവിത്രി ദേവി ദിവസവും ഭഗവാന് മുന്നിൽ പ്രാർത്ഥിക്കുന്നത് തന്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. മക്കളുടെ തകർച്ച ആ അമ്മക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തലവൻ ഹരിനാരായണൻ സിംഗ് ക്ഷേത്രത്തിന് സമീപം പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു സദ്യ സംഘടിപ്പിച്ചു. ഗ്രാമവാസികളുടെ ആഗ്രഹപ്രകാരം ആദ്യത്തെ ഉരുള കുട്ടികൾക്ക് നൽകിയത് സാവിത്രി ദേവിയായിരുന്നു. കുട്ടികൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ സമയം ജില്ലാ ആസ്ഥാനത്ത് നിന്ന് വന്ന ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ഈ രംഗം ക്യാമറയിൽ പകർത്തി. അദ്ദേഹം സാവിത്രി ദേവിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മേ, അമ്മയുടെ സ്വന്തം മക്കൾ എവിടെയാണ്? സാവിത്രി ദേവി പതിവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവർക്കെല്ലാം രാജ്യത്തെ സേവിക്കുന്ന വലിയ ജോലികളാണ് മകനെ. അവർ നഗരങ്ങളിലാണ്. ദൈവം അവരെ എപ്പോഴും സന്തോഷത്തോടെ നിർത്തട്ടെ. മാധ്യമപ്രവർത്തകൻ വീണ്ടും ചോദിച്ചു, അമ്മയ്ക്കിവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ സങ്കടം തോന്നാറില്ലേ? അമ്മ ശാന്തമായി പറഞ്ഞു, ഉള്ളിൽ ദൈവത്തിന്റെ സ്മരണയും മക്കളുടെ ഓർമ്മയും ഉള്ളവർക്ക് എങ്ങനെയാണ് ഒറ്റപ്പെടൽ തോന്നുക? ഈ ലോകത്തിലെ എല്ലാ കുട്ടികളും എന്റെ മക്കളാണ്. ഈ ചെറിയ വീഡിയോ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറി. ലക്ഷക്കണക്കിന് ആളുകൾ ആ അമ്മയുടെ ലാളിത്യത്തെയും ത്യാഗത്തെയും കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആർക്കും ആ മക്കളുടെ പേര് അറിയില്ലായിരുന്നുവെങ്കിലും അമ്മയുടെ മഹത്വം എല്ലാവരും വാഴ്ത്തിപ്പാടി. നഗരങ്ങളിൽ ഇരുന്ന 4 മക്കളും തങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഈ വീഡിയോ കാണാനിടയായി. അമ്മയുടെ വാക്കുകൾ കേട്ടതും അവരുടെ തല കുനിഞ്ഞുപോയി. തങ്ങൾ അവരെ തള്ളി പറഞ്ഞിട്ടും ലോകത്തിനു മുന്നിൽ തങ്ങളുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ച അമ്മയുടെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി 4 സഹോദരന്മാരും വീണ്ടും വീഡിയോ കോൾ വഴി സംസാരിച്ചു. ഇത്തവണ ആരും ജോലിയുടെ തിരക്കുകളോ മീറ്റിംഗുകളോ ഒന്നിനെയും പറ്റി പറഞ്ഞില്ല. ഒടുവിൽ ഇളിയവൻ നിഖിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നമ്മൾ അമ്മയോട് ചെയ്തത് വലിയ പാപമാണ്. വിനയ് പറഞ്ഞു, നമ്മൾ സമൂഹത്തിന് മുഴുവൻ നീതി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരാണ്. എന്നാൽ സ്വന്തം അമ്മക്ക് നീതി നൽകാൻ നമുക്ക് കഴിഞ്ഞില്ല. അവർ 4 പേരും ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തു. നാളെ തന്നെ ഗ്രാമത്തിൽ പോയി അമ്മയോട് മാപ്പ് ചോദിച്ച് അവരെ തിരികെ കൊണ്ടുവരണം. പിറ്റേ ദിവസം രാവിലെ 4 സഹോദരന്മാരും തങ്ങളുടെ വലിയ ഔദ്യോഗിക വാഹനങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി ധൻപൂർ ഗ്രാമത്തിലേക്ക് തിരിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് അവർ 4 പേരും ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. യാത്രയിലുടനീളം അവരുടെ കണ്ണുകളിൽ അമ്മയുടെ ആ വീഡിയോയും മനസ്സിൽ കടുത്ത കുറ്റബോധവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വൈകുന്നേരത്തോടെ 4 വലിയ കാറുകൾ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. നഗരത്തിലെ വലിയ ഓഫീസർമാരായ മക്കൾ ഒടുവിൽ തങ്ങളുടെ അമ്മയെ കാണാൻ ഒരുമിച്ചെത്തിയിരിക്കുന്നു. ഈ സമയം സാവിത്രി ദേവി ശിവക്ഷേത്രത്തിന്റെ മുറ്റത്തിരുന്ന് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. രാഘവ് തൊട്ടടുത്ത് തന്നെയുണ്ടായിരുന്നു. പെട്ടെന്ന് കാറുകൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് കുട്ടികൾ മുറ്റത്തേക്ക് നോക്കി. മക്കൾ 4 പേരും പതുക്കെ ക്ഷേത്രത്തിന്റെ പടികൾ കയറി വരുന്നത് അമ്മ കണ്ടു. വർഷങ്ങളുടെ സ്നേഹവും സങ്കടവും ഓർമ്മകളും ഒരുമിച്ച് അമ്മയുടെ കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പി. മക്കൾ 4 പേരും ഒന്നും മിണ്ടാതെ പശ്ചാത്താപത്തോടെ അമ്മയുടെ മുന്നിലെത്തി നിന്നു. ഇന്ന് ആ കണ്ണുകളിൽ പദവിയുടെ അഹങ്കാരമില്ലായിരുന്നു, മറിച്ച് വലിയ കുറ്റബോധമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം മൂത്ത മകൻ വിനയ് മുന്നോട്ട് വന്ന് വിറക്കുന്ന കൈകളോടെ അമ്മയുടെ കാൽക്കൽ വീണു. തൊട്ടു പിന്നാലെ അമിതും ശേഖരനും നിഖിലും അമ്മയുടെ കാലുകളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ ആ രംഗം നോക്കി നിന്നു. വിനയ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ ലോകത്തിന് നീതി നൽകാൻ പഠിച്ചു, പക്ഷെ സ്വന്തം അമ്മയോട് നീതി കാണിക്കാൻ മറന്നുപോയി. അമിത് പറഞ്ഞു, ഞങ്ങളെ നടക്കാൻ പഠിപ്പിച്ച അമ്മയെ ഞങ്ങൾ തെരുവിൽ ഉപേക്ഷിച്ചു. ശേഖരും നിഖിലും തങ്ങളുടെ തെറ്റുകൾ പറഞ്ഞ് കണ്ണീരൊഴുക്കി. സാവിത്രി ദേവിയുടെ കണ്ണുകളിൽ നിന്നും കനത്ത കണ്ണീർ ഒലിച്ചിറങ്ങി. അവർ ആ 4 പേരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, അമ്മക്ക് മക്കളോട് ദേഷ്യം തോന്നാം, പക്ഷേ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. നിങ്ങൾ തിരിച്ചു വന്നല്ലോ, അത് മതി എനിക്ക്. മക്കൾ 4 പേരും തിരികെ വന്നപ്പോൾ രാഘവ് പതുക്കെ അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അമ്മക്ക് സ്വന്തം മക്കളെ കിട്ടിയ സ്ഥിതിക്ക് ഇനി താൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് അവൻ കരുതി. എന്നാൽ സാവിത്രി ദേവി അവനെ വിളിച്ച് തന്റെ അരികിൽ നിർത്തി മക്കളോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇരുട്ട് പടർന്നപ്പോൾ എനിക്ക് വെളിച്ചമായത് ഈ മകനാണ്. എന്റെ കയ്യിൽ എന്തുണ്ടെന്ന് നോക്കിയല്ല അവൻ എന്നെ സഹായിച്ചത്. ഞാൻ ഒറ്റയ്ക്കായി
എവിടേക്കാണ് എന്ന് കണ്ടിട്ടാണ്. 4 സഹോദരന്മാരും രാഘവന് മുന്നിൽ കൈകൂപ്പി നിന്നു. വിനയ് പറഞ്ഞു, സഹോദരാ, അമ്മയുമായുള്ള ബന്ധം രക്തം കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് നിർത്തേണ്ടതെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു. മക്കൾ 4 പേരും അമ്മയോട് തങ്ങളുടെ കൂടെ നഗരത്തിലേക്ക് വരാൻ കെഞ്ചി അപേക്ഷിച്ചു. എന്നാൽ സാവിത്രി ദേവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഇന്ന് നിങ്ങൾ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്റെ ജീവിതം ഇനി ഗ്രാമത്തിലാണ്. ഇതാണ് എന്റെ വീട്. ഇവിടെയാണ് നിങ്ങളുടെ അച്ഛന്റെ ഓർമ്മകളുള്ളത്. നിങ്ങൾ എന്നെ ശരിക്കും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കുടുംബസമേതം ഇവിടെ വരിക, എന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കുക. അതുമാത്രമാണ് എന്റെ സന്തോഷം. മക്കൾ തലയാട്ടി. അതിനുശേഷം ആ 4 മക്കളുടെയും ജീവിതം പൂർണ്ണമായി മാറിപ്പോയി. അവർ പതിവായി ഗ്രാമത്തിൽ വന്ന് അമ്മയെ കാണാൻ തുടങ്ങി. 4 പേരും ചേർന്ന് ഗ്രാമത്തിൽ തങ്ങളുടെ മാതാപിതാക്കളുടെ പേരിൽ ഒരു വൃദ്ധസേവന കേന്ദ്രം ആരംഭിച്ചു. അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അവർ രാഘവനെ ചുമതല ഏൽപ്പിച്ചു. ഗ്രാമവാസികൾ രാഘവനെ സാവിത്രി ദേവിയുടെ 5ാമത്തെ മകൻ എന്ന് വിളിച്ചു. അമ്മ അവരെ നോക്കി അവസാനമായി പറഞ്ഞു, ദൈവത്തിന്റെ നീതി ആരെയും തകർക്കാനല്ല, മറിച്ച് അവരുടെ തെറ്റുകൾ കാണിച്ച് തിരുത്താനാണ്. ഈ കഥ നൽകുന്ന വലിയ സന്ദേശം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്നത് പണമോ പദവിയോ പ്രശസ്തിയോ അല്ല, മറിച്ച് സ്വന്തം മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. സമയം കടന്നു പോകുന്നതിന് മുമ്പ് അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക.